ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധത്തിൻ്റെ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. അത് അവസാനിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് ട്രംപ് പറയുന്നത് വലിയ തരംഗം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. നെതന്യാഹുവും അത് തന്നെ പറയുന്നു. സ്വാഭാവികമായും ഇറാൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഉള്ള ആയുധങ്ങൾ എത്രയാണെന്ന് ആർക്കും അറിയില്ല. അത് വെച്ചുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ ലോകം നിൽക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ആദ്യം പറഞ്ഞത് അവിടുത്തെ ഒരു ഭരണമാറ്റമാണ് പറഞ്ഞത്. ആ ഭരണമാറ്റം സംഭവിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോഴത്തെ ന്യായം എന്താണ്? അവിടുത്തെ മിസൈൽ ഉൽപാദന ആ കേന്ദ്രം തകർക്കുക എന്നുള്ളത്. അതിനു മുമ്പേ നേരത്തെ ആണവ ഇത് തകർക്കുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അത് തകർപ്പില്ല എന്നുള്ള ന്യൂസും കൂടെ വന്നു. അപ്പോൾ ഈ നെതന്യാഹുവിനും ട്രംപിനുമുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ലോകത്തിലെ സാമ്പത്തികമായിട്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇന്ധനം ഇപ്പൊ റഷ്യയോട് ഇന്ധനം വാങ്ങരുത് എന്ന് ഇതേ ട്രംപ് പറഞ്ഞാണ്. ഇപ്പൊ റഷ്യ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അല്ലെ? ഇന്നത്തെ ന്യൂസിൽ കേട്ടാണ് റഷ്യ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. റഷ്യ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഇന്ത്യ? അപ്പൊ ട്രംപ് ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ ട്രംപിനെ അനുസരിച്ച് നിൽക്കുന്നതാണ് ഈ ഏറ്റവും പ്രശ്നം. പിന്നെ അടുത്തുള്ള GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് അതേ രക്ഷയുള്ളൂ. GCC രാജ്യങ്ങളിലാണ് ഈ അമേരിക്കൻ സൈനികരുള്ളത്. ആ സൈനിക താവളങ്ങളെ ആക്രമിച്ചാൽ മാത്രമേ GCC രാജ്യങ്ങള് ഈ ട്രംപിന് എതിരെ തിരികെയുള്ളൂ, ഒരു പ്രതിരോധം തീർക്കുകയുള്ളൂ. പിന്നെ നേരത്തെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഈ അമേരിക്ക തന്നെ കോടിക്കണക്കിന് ഡോളർ കൊടുക്കാനുണ്ട്. അപ്പൊ അവിടുത്തെ അത് മരവിപ്പിക്കാനാണ്. അതിന് പകരമായി ട്രംപ് തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടൊരു സംഘടന രൂപീകരിച്ചു ഈയിടയ്ക്ക് അല്ലെ? അങ്ങനെയൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ രൂപീകരിച്ചപ്പോ പിന്നെ എന്താണ്, ലോകരാഷ്ട്രങ്ങളുടെ തലവനായി ട്രംപ് മാറുകയാണ്. ആ ട്രംപിന്റെ കയ്യിലാണ് ഇതുള്ളത്. പിന്നെ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഖമേനി മരിച്ചപ്പോ ആഹ്ലാദിച്ചു അവിടെയെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിജിയെ കൊന്നപ്പം കൊന്ന ഗോഡ്സേനെ ആരാധിക്കുന്നവർ ഇപ്പൊ ഇന്ത്യയിലില്ലേ? ഗാന്ധിജിയെ വധിച്ചവരെ ആരാധിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇല്ലേ? പിന്നെയാണോ അവിടുത്തെ ഖമേനി മരിച്ചപ്പോ ആഹ്ലാദിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിരോധാഭാസമാണ്. പിന്നെ നമ്മളെ നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ആ നയതന്ത്ര ബന്ധത്തിന്റെ ഇതിലാണ് പറയുന്നത് പിന്നെ സോണിയാഗാന്ധി പറഞ്ഞത് അപലപിച്ചില്ലാന്ന്. അത് അപലപിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്, ഈ ഇസ്രായേലില് നമ്മളെ മോദി പോയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അക്രമം തുടങ്ങുന്നത്. അവിടെ പോയി എന്താണ് പറഞ്ഞത്?